ഹലോ ഗൈസ്, നമ്മൾ ഇന്നോട്ട് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് എസ് ലൈൻ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇവളുടെ പേരാണ് ഷിൻ. ഷിന്നിന് കൊച്ചുനാൾ മുതലേ എല്ലാവരുടെയും തലയിൽ നിന്ന് പോകുന്ന ഒരു റെഡ് ലൈൻ അവൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അത് അവൾക്ക് കൊച്ചുനാളിൽ തന്നെ മനസ്സിലായി അവൾക്ക് മാത്രമേ അത് കാണാൻ പറ്റുന്നുള്ളൂ. ഈ റെഡ് ലൈൻ കാരണം കൊച്ചുനാളിൽ തന്നെ ഷിന്നിന് അവളുടെ ഫാമിലിയെ നഷ്ടപ്പെട്ടു. കാരണം ഷിൻ വരച്ച ഒരു ഡ്രോയിങ് അവളുടെ അമ്മ കണ്ടതുകൊണ്ടാണ്. ആ ഡ്രോയിങ്ങില് ഷിന്നിന്റെ അച്ഛന്റെ തലയിൽ നിന്ന് പോകുന്ന റെഡ് ലൈൻ ഷിന്നിന്റെ അമ്മയുടെ തലയിലേക്കും ഷിന്നിന്റെ ആന്റിയുടെ തലയിലേക്കും കണക്ട് ചെയ്യുന്ന കണ്ട് ഷിന്നിന്റെ അമ്മയ്ക്ക് മനസ്സിലായി അച്ഛനും ആന്റിയും അമ്മ അറിയാതെ ഒരു ബന്ധത്തിലാണെന്ന്. ഇത് കാരണം തന്നെ ഷിന്നിന്റെ അമ്മ ഷിന്നിന്റെ അച്ഛനെ കൊന്നിട്ട് അവിടുന്ന് ഒളിച്ചോടി പോയി കാണും. അപ്പൊ തൊട്ടാണ് ഷിന്നിന് മനസ്സിലായി തുടങ്ങിയത് ഈ എസ് ലൈൻ രണ്ടുപേർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബന്ധപ്പെട്ടതുള്ളതാണെന്ന്. ഈ റെഡ് ലൈൻ കാണുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ പലവട്ടം മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ വട്ടവും അവൾ രക്ഷപ്പെടും. ബിൽഡിങ്ങിനെ മണ്ടയിരുന്ന് ചാടിയപ്പോഴും അവൾക്കൊന്നും പറ്റിയില്ല. പിച്ചാത്തി കൊണ്ട് കയ്യിൽ വെട്ടിയപ്പോഴും ആ മുറിവ് കുറച്ചു നേരത്തിനുള്ളിൽ താനെ അങ്ങ് മാറും. ഇതെല്ലാം കാരണം ഷിന്നിനിപ്പോ പുറത്തിറങ്ങാനേ ഇഷ്ടമല്ല. അങ്ങനെ അവളും ഒരു ദിവസം എഴുന്നേറ്റ് വീട്ടിന്റെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് കാറിൽ നിന്ന് ഒരാള് ഒരു കൊച്ചിനെ കാറിലേക്ക് കയറാൻ പറയുന്നത്. പക്ഷേ ആ കൊച്ചു കയറാത്തത് കൊണ്ട് ആ കാറും വേറെ വഴിയിലേക്ക് തിരിഞ്ഞു പോകുന്നു. അതേസമയം അപ്പുറത്തെ ബിൽഡിംഗിൽ ഇരുന്ന് വേറെ ഒരു പെണ്ണും നമ്മുടെ ഷിൻ കാണുന്നത് കണ്ട് ഷിന്നിന്റെ ടാറ്റ കാണിക്കുമ്പോഴാണ് ഷിൻ പെട്ടെന്ന് അവളെ കാണാത്തതുപോലെ റൂമിനകത്തേക്ക് പോകുന്നത്. ഇവരുടെ തലയിലെല്ലാം ഷിന്നിന് ആ റെഡ് ലൈൻ കാണാൻ സാധിക്കും. ഈ റെഡ് ലൈൻ എന്തുകൊണ്ടാണ് അവൾക്ക് കാണാൻ പറ്റുന്നതെന്നും ഇത് വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ എന്നും പിന്നെ ഇതെങ്ങനെ ശരിയാക്കുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ഷിന്നിന്റെ മെയിൻ പരിപാടി. അങ്ങനെ അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ടാറ്റ കാണിച്ച പെണ്ണ് നേരെ ഷിന്നിന്റെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ല് ക്ലിക്ക് ചെയ്യുന്നത്. ഇത് കേട്ട് ഷിന്നും ഡോർ തുറക്കാതെ അകത്ത് നിന്ന് നോക്കുമ്പോഴാണ് ആ പെണ്ണ് കയ്യിൽ ഫ്രൂട്ട്സുമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്നിട്ട് അവളും പറയും, ഞാൻ അപ്പുറത്തെ ബിൽഡിങ്ങില് പുതിയതായിട്ട് വന്നേക്കുക, എനിക്ക് ഇവിടെ ആരെയും അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഫ്രൂട്ട്സ് കഴിച്ച് കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാന്ന്. പക്ഷെ ഇതൊന്നും കേട്ട് നമ്മുടെ ഷിൻ കഥ ഒന്നും തുറക്കത്തില്ല. കുറച്ചേരം ഇരുന്ന് നോക്കിയിട്ട് ആ പെണ്ണും ഫ്രൂട്ട്സ് അവിടെ വെച്ചിട്ട് ഷിന്നിനോട് കഴിക്കാൻ പറഞ്ഞിട്ട് അവൾ അങ്ങ് ഇറങ്ങിപ്പോകും. അവള് പോയതിനു ശേഷം നമ്മുടെ ഷിന്നും ആ ഫ്രൂട്ട്സ് എടുത്ത് കരഞ്ഞുകൊണ്ടങ്ങ് കഴിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ സ്കൂൾ യൂണിഫോമിൽ പോയ ആ പെൺകുച്ചിനെ വേറെ കുറെ പെമ്പിള്ളാർ ചേർന്ന് ബുള്ളി ചെയ്തുകൊണ്ടിരിക്കും. ഇവളുടെ പേരാണ് കങ്. ഇവളുടെ അങ്കിളാണ് നമ്മുടെ കഥയിലെ ഹീറോ. നമ്മുടെ ഹീറോ ഒരു പോലീസ് ഓഫീസറാണ്. അവന്റെ പേര് ഹാൻ എന്നാണ്. നമ്മുടെ ഹീറോ ഹാൻ ആയിരിക്കും ഇതിനു മുമ്പ് ആ കാറില് സ്കൂളിൽ പോകുന്ന കങ്ങിനെ കാറിൽ കയറാൻ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷെ കങ് ആണെങ്കിൽ കാറിൽ കയറി കാണത്തില്ല. നമ്മുടെ ഹീറോ പോലീസ് ആയാലും അവന് ഈ പോലീസ് ജോലി ഒട്ടും ഇഷ്ടമല്ല. ഇപ്പൊ അവനും ഒരു കൊലപാതകം നടന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അവിടെ ഒരു പെൺകൊച്ചു മരിച്ചു കിടക്കുന്നത്. അവിടുന്ന് അവർക്ക് കിട്ടിയ ഡീറ്റെയിൽസിൽ ആ പെണ്ണിന് ഒരു എക്സ് ബോയ് ഫ്രണ്ട് ഉണ്ടെന്നും ആ കൊച്ചു മരിക്കുന്ന ദിവസം ഒരു ഡെലിവറി ബോയ് അവിടെ വന്നിട്ട് പോയതായും അവർക്ക് മനസ്സിലായി. ഇതേ സമയം നമ്മുടെ ഷിന്നാണെങ്കിൽ പിന്നെയും കഥ തുറന്ന് നോക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണ് പിന്നെയും കുറച്ച് ഫ്രൂട്ട്സ് അവിടെ വെച്ചേക്കുന്നത്. അതും അവൾക്ക് വന്ന പാർസൽ എടുത്തിട്ട് അവൾ വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മർഡറിന്റെ ന്യൂസ് ടി വിയിൽ കാണിക്കുന്നത്. അപ്പോഴാണ് ഒരാൾ കറുത്ത ഡ്രസ്സും കറുത്ത ഹെൽമെറ്റും ഇട്ട് അവിടുത്തെ മതിലിന്റെ പുറകെ പോയി നിന്ന് ന്യൂസിൽ എന്തുവാ പറഞ്ഞെന്ന് അവന് ഒളിഞ്ഞു കേട്ടോണ്ടിരിക്കുന്നത്. അവന്റെ തലയിൽ ഒരേ ഒരു റെഡ് ലൈൻ മാത്രം. ഇത് കണ്ടപ്പോ നമ്മുടെ ഷിന്നിന് കുറച്ച് ഡൗട്ട് അടിച്ച്. അതേസമയം അവള് ഒരു സ്കൂട്ടിയുടെ ശബ്ദം കേട്ട് വീട്ടിന് പുറത്തേക്ക് പോയി നോക്കുമ്പോഴാണ് അതേപോലെ ഒരു കറുത്ത ഡ്രസ്സും കറുത്ത ഹെൽമെറ്റും ഇട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ഷിന്നും പെട്ടെന്ന് പോലീസെ വിളിച്ചു പറയും. പക്ഷെ ആ കറുത്ത ഷർട്ടും അപ്പുറത്തെ വീട്ടിലെ ആ പെണ്ണും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട് അവളും പോലീസിനോട് ഒന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യും. അടുത്ത ദിവസം നമ്മുടെ ഹീറോയും വീട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കങ് അവിടെ ഇരിക്കുന്നത്. അവൾ ഇന്ന് സ്കൂളിൽ പോയി കാണത്തില്ല. അതേസമയം സ്കൂളിലാണെങ്കിൽ നമ്മുടെ കങ്ങിനെ അന്വേഷിച്ച് ബുള്ളി ഗാങ്സും അവളുടെ ലോക്കർ ഒട്ടിച്ച് അവളുടെ സാധനങ്ങൾ അങ്ങ് എടുത്തോണ്ടിരിക്കും. നമ്മുടെ കങ്ങിനെ കണ്ട് നമ്മുടെ ഹീറോ ഹാനും ചോദിക്കും, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? പക്ഷെ കങ് അതിനൊന്നും ഉത്തരം പറയാതെ, എനിക്ക് പൈസ വേണം, നിന്നെ കൊണ്ട് എത്ര തരാൻ പറ്റുമോ എനിക്ക് തരണം. ഇത് കേട്ട് നമ്മുടെ ഹാനും അവളെ നോക്കുമ്പോഴാണ് അവളുടെ ഫേസിൽ ആരോ അടിച്ചതിന്റെ പാട്. ഇത് കേട്ട് അവനും ചോദിക്കുമ്പോ അവളൊന്നും പറയത്തില്ല. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം കങ് നമ്മുടെ ഹീറോ ഹാനിനോട് എല്ലാം ഒന്നും തുറന്നു പറയത്തില്ലെന്ന്. അതേസമയം നമ്മുടെ ഹാനിനും പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന ഒരു കോള് വരും. എന്നിട്ട് അയാളും നമ്മുടെ ഷിൻ ഇന്നലെ ഫോൺ വിളിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയോട് പറയും. എന്നിട്ട് അവസാനം അയാളും പറയും, ആ കൊച്ച് കറുത്ത ഹെൽമെറ്റ് ഇട്ടവനെ കുറിച്ച് പോലീസുകാരോട് പറഞ്ഞ്. പക്ഷെ പോലീസുകാർ ഇതുവരെ ആ കറുത്ത ഹെൽമെറ്റ് ഇട്ടവനെ കുറിച്ച് ആരോടും പറഞ്ഞു കാണത്തില്ല. ഇത് കേട്ടവിടെ നമ്മുടെ ഹാനും ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. എന്നിട്ട് അവനും അവിടെ ചെന്ന് വിളിക്കുമ്പോഴാണ് നമ്മുടെ ഷിൻ കഥ തുറക്കാത്തത്. അതേസമയം കണ്ണാടിയിട്ട് ഒരുത്തൻ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയെന്ന് പറയും, ഈ പെങ്കൊച്ച് കഥ തുറക്കത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ, ഈ പെങ്കൊച്ചിനെ ആരും ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ നമ്മുടെ ഹാൻ പിന്നെയും കഥ കെട്ടിയിട്ട്, ഞാൻ പോലീസാ, നിങ്ങളാണോ ഇന്നലെ ഫോൺ വിളിച്ചത് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നിങ്ങനെ പറഞ്ഞുടൻ നമ്മുടെ ഷിന്നും ഡോറ് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് പറയും, ഞാൻ അറിയാതെ വിളിച്ചതാ, ആ ഹെൽമെറ്റ് ഇട്ടവനും അപ്പുറത്തെ വീട്ടിലെ പെണ്ണും കപ്പിൾസ് ആയിരുന്നു. ഇത് കേട്ട് ഹാനും, നിന്നെ കണ്ട സ്കൂളിൽ പഠിക്കുന്ന പോലെ തോന്നുന്നില്ല, നീ സ്കൂളിൽ പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഷിൻ പെട്ടെന്ന് കഥ അടച്ചിട്ട് അവിടുന്ന് അങ്ങ് പോകും. അതേസമയം അന്ന് രാത്രി നമ്മുടെ കങ്ങും ഒരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴാണ് അവളും പൈസയ്ക്ക് വേണ്ടി ഒരു ആന്റിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കാൻ നോക്കുന്നത്. പക്ഷെ അതേസമയം
സമയം വേറെ കുറെ പേര് വന്നതുകൊണ്ട് അവളുടെ ആ ശ്രമവും ഇല്ലാതാകും. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഒരു 3 പയ്യന്മാരെ ഇവളങ്ങ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കും. ഇതേ സമയം ആ കറുത്ത ഹെൽമെറ്റ് ഇട്ടവനും നമ്മുടെ ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് ഇറങ്ങിപ്പോകുന്ന ഷിൻ കാണും. ഇപ്പൊ അവന്റെ തലയിൽ ഒരു റെഡ് ലൈൻ. അവളും കഥന്റെ അപ്പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഹെൽമെറ്റ് ഇട്ടവനും ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. ഇത് കണ്ട് നമ്മുടെ ഷിൻ അങ്ങ് പേടിക്കും. അതേപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഹാനും വേറെ പോലീസുകാരനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ മരിച്ച പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ടും ആ കുട്ടിയും 1 മാസം മുമ്പ് വരെ ഒരേ ജിമ്മിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുമല്ലാതെ ഇതിനു മുമ്പ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയായിട്ടും ആ എക്സ് ബോയ് ഫ്രണ്ടിന് ബന്ധം ഉണ്ടായിരുന്നു എന്നിങ്ങനെ അവനും ആ എക്സ് ബോയ് ഫ്രണ്ടിന്റെ ഫോട്ടോ കാണിക്കുമ്പോഴാണ് അത് കണ്ട നമ്മുടെ ഹാനാണെങ്കിൽ ഇത് ആ കണ്ണാടി ഇട്ട പയ്യനല്ലേ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് വേറെ ആരുമല്ല, നമ്മുടെ ഹാൻ ഷിന്നിന്റെ വീട്ടിലേക്ക് പോയപ്പോ ആ കണ്ണാടി ഇട്ട് സ്റ്റെപ്പ് ഇരുന്ന് ഇറങ്ങി വന്ന അവനാണ് ഈ 2 പെൺപിള്ളേരുടെയും എക്സ് ബോയ് ഫ്രണ്ട്. ഇത് കണ്ട് ഡൗട്ട് അടിച്ച് അവരും അവന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ഹാനിന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഫോൺ വരും. ഹാന് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു വയസ്സായ കിളവൻ ബിൽഡിങ്ങിൽ ഇരുന്ന് ചാടാൻ പോകുന്നത് പോലെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അത് കണ്ടിട്ട് നമ്മുടെ ഹാൻ ആദ്യം രക്ഷിക്കാൻ പോകുമെങ്കിലും പിന്നെ അവൻ വിചാരിക്കും ചാവുന്നെങ്കിൽ ചാവട്ട് എന്നിങ്ങനെ അവനും വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ നഴ്സ് എല്ലാം വന്ന് ആ അപ്പൂപ്പനെ അങ്ങ് രക്ഷിക്കും. ആ അപ്പൂപ്പൻ ആരാന്ന് നമുക്ക് തെളിച്ച് പറയുന്നില്ല. ഇതേ സമയം മറ്റേ പോലീസും ആ എക്സ് ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആ വീട്ടിൽ ആരും ഇല്ലാത്തതുപോലെ ഇരിക്കുന്നത്. ഇത് കണ്ട് ആ പോലീസ് അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ റൂമെല്ലാം റെഡ് കളർ പെയിന്റ് അടിച്ചതുപോലെ ലൈറ്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പോലീസും ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹാനിനെ വിളിച്ച് ഈ കാര്യം പറയുന്നത്. പക്ഷെ ഇതേ സമയം അവിടുന്ന് എക്സ് ബോയ് ഫ്രണ്ടും ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേട്ടിട്ട് ആ പോലീസുകാരനെ തലയിലടിച്ച് കെട്ടിയിടും. എന്നിട്ട് അവനും കറുത്ത ഷർട്ടും കറുത്ത ഹെൽമറ്റും ഇട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും. ഇവനിങ്ങനെ ആ വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഷിന്നും അവിടുന്ന് കണ്ടോണ്ടിരിക്കും. അതുകൊണ്ട് ഷിന്നും അവളുടെ കയ്യിൽ ഒരു കത്തി എടുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ അപ്പാർട്ട്മെന്റ് ലേഡിയെ രക്ഷിക്കാൻ പോകുമ്പോഴാണ് അവളും റോട്ടിലേക്ക് വരുമ്പോ പെട്ടെന്ന് അങ്ങ് മയങ്ങി പോകുന്നത്. അവളും ഇങ്ങനെ ബോധം കെട്ടിയിരിക്കുമ്പോ അവളുടെ സ്വപ്നത്തിൽ അവളുടെ അമ്മയാണ് അവൾക്ക് വരുന്നത്. അതേസമയം അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആ പെണ്ണും ബോയ് ഫ്രണ്ടാണ് വന്നേക്കുന്നതെന്ന് പറഞ്ഞ് കഥ തുറന്നിട്ട് അവളും വരാൻ പറയും. പക്ഷെ നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടും അവനും ഹെൽമെറ്റ് തുറന്നിട്ട് അവന്റെ ഫേസ് കാണിക്കുമ്പോഴാണ് അവളും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്. എന്നിട്ട് ആ എക്സ് ബോയ് ഫ്രണ്ടും ആ പെണ്ണിന്റെ തലയിലേക്ക് അവൻ നോക്കുമ്പോഴാണ് അവനും ആ റെഡ് ലൈൻ എല്ലാം കാണാൻ പറ്റുന്നത്. എന്നിട്ട് അവനും ആ പെണ്ണിനെ കൊല്ലാൻ നോക്കും. പക്ഷെ അതേസമയം നമ്മുടെ ഷിന്നും ആ റൂമിലേക്ക് വന്നിട്ട് അവനെ മാറാൻ പറയുമ്പോഴാണ് അവൻ ഷിന്നിന്റെ കയ്യിൽ നിന്ന് ആ കത്തി തട്ടി മാറ്റിയിട്ട് ഷിന്നിനെ കത്തി വെച്ച് കുത്തുന്നത്. ഇതേ സമയം നമ്മുടെ ഹാനും മറ്റേ പോലീസിന് എന്തോ ആയെന്ന് അറിയാൻ വേണ്ടി അവനും അവിടെ കയറി ചെല്ലുമ്പോഴാണ് ഷിന്നിന്റെ വീട് ഇങ്ങനെ തുറന്നു കിടക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് അവനും അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവൾ ആ റെഡ് ലൈൻ കണ്ടുപിടിക്കാൻ വെച്ച എല്ലാ ന്യൂസ് പേപ്പേഴ്സും അവൻ കാണും. എന്നിട്ട് അവനും ആ വിൻഡോയുടെ അവിടെ ഒന്ന് നോക്കുമ്പോൾ എക്സ് ബോയ് ഫ്രണ്ട് ആ പെണ്ണിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അവനും കാണുന്നു. പക്ഷെ അതേസമയം ഷിന്നിനെ കുത്തിയത് കണ്ട ആ ലേഡിയും ആ എക്സ് ബോയ് ഫ്രണ്ടിനെ തള്ളി മാറ്റുമ്പോഴാണ് അവന്റെ കണ്ണാടി തെറിച്ചുപോയി താഴേക്ക് വീഴുന്നത്. കണ്ണാടി വീണ ഉടൻ അവനും ആ കണ്ണാടി തപ്പിക്കൊണ്ടിരിക്കും. കാരണം അവന് ആ കണ്ണാടി ഇട്ടാൽ മാത്രമേ ഈ റെഡ് ലൈൻ എല്ലാം കാണാൻ പറ്റൂ. എന്നിട്ട് കണ്ണാടി കിട്ടിയുടൻ അവനും ആ പെണ്ണിനെ കൊല്ലാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഷിൻ പതിയെ എഴുന്നേറ്റ് വന്ന് കത്തിയെടുത്ത് അവനെ കൊല്ലാൻ നോക്കുന്നത്. പക്ഷെ ഇതേ സമയം നമ്മുടെ ഹാനാണെങ്കിൽ അപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് അവനും തോക്കെടുത്ത് നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ അങ്ങ് ഷൂട്ട് ചെയ്യും. അപ്പോൾ ആ എക്സ് ബോയ് ഫ്രണ്ടും എനിക്കിപ്പോൾ ആ റെഡ് ലൈൻ എല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കിനി ആ റെഡ് ലൈനിനെ കാണാൻ പറ്റത്തില്ല എന്നിങ്ങനെ അവൻ പറയുന്നത് കേട്ട് നമ്മുടെ ഷിന്നും മയങ്ങിപ്പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷിന്നും ബോധമെല്ലാം തിരിച്ചു വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയും അവളുടെ ഗ്ലാസ് കൊടുക്കുന്നത്. ഇത് കണ്ട ഷിന്നിന് പെട്ടെന്ന് മനസ്സിലാകും ആ എക്സ് ബോയ് ഫ്രണ്ടിന് അവന്റെ ഗ്ലാസ് കാരണമായിരിക്കും ആ റെഡ് ലൈൻ എല്ലാം കാണാൻ പറ്റുന്നതെന്ന്. എന്തെങ്കിലും അവളും വിചാരിച്ചിട്ട് നമ്മുടെ ഹാനോട് ചോദിക്കും ആ കണ്ണാടി ഇട്ടവൻ ആരാ എന്തെങ്കിലും അവളും എക്സ് ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് നമ്മുടെ ഹാനും അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം, കാരണം നീ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും എന്തെങ്കിലും അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കങ്ങും താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവളെന്താ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഷീൻ കണ്ണാടി ഇട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം നമ്മുടെ ഹാനും നമ്മുടെ കങ്ങിന്റെ റൂമിലേക്ക് പോയി അവൾക്ക് വല്ല പ്രശ്നമുണ്ടെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ കങ്ങും പറയുന്നത് പ്രശ്നമുണ്ടെങ്കിൽ നീ ശരിയാക്കി തരുമോ, നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയുന്ന കേട്ട് നമ്മുടെ ഹാനും ദേഷ്യം വരും. എന്നിട്ട് അവനും അവിടുന്ന് പോകാൻ നോക്കുമ്പോഴാണ് നമ്മുടെ കങ്ങും പറയുന്നത് ആ ഷിന്നും ഞാനും കൊച്ചുനാളിൽ ഒരുമിച്ച് ഓടിച്ച അവളുടെ അമ്മ അവളുടെ അച്ഛനെ കൊന്നിട്ട് എവിടെ ഒളിച്ചോടി എന്നിങ്ങനെ അവളും ഷിന്നിന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹാനിനോട് പറയും. ഇതേ സമയം നമ്മുടെ ഷിന്നും പുറത്തിരുന്ന് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഷിന്ന് ആ ബിൽഡിങ്ങിലെ പെണ്ണിനെ രക്ഷിക്കാൻ പറ്റിയതുകൊണ്ട് ചിലപ്പോൾ ഈ റെഡ് ലൈൻ എനിക്ക് കിട്ടിയ പവർ ആയിരിക്കും, എന്നാലും ഈ റെഡ് ലൈൻ എങ്ങനെ വന്നെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്നിങ്ങനെ അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. നമ്മുടെ കങ് പഠിക്കുന്ന അതേ സ്കൂളിലേക്ക് നമ്മുടെ ഷിന്നിനെയും വരാൻ പറഞ്ഞു കാണും. എന്നിട്ട് ആ മെസ്സേജിനകത്ത് നിനക്ക് കാണാൻ പറ്റുന്ന ആ റെഡ് ലൈൻ എനിക്കും കാണാൻ പറ്റും എന്നിങ്ങനെ ആ മെസ്സേജ് കണ്ടതോടെ തന്നെ നമ്മുടെ 1ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ കാണാം.